ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ചീരത്തോരനാണ്. അതും നമ്മുടെ സ്വന്തം ചീര വെച്ച് തന്നെ ആയാലോ. അപ്പം നമുക്ക് നമ്മുടെ സ്വന്തം ചീര നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് പാചകം തുടങ്ങാം. ഉള്ളിയുടെ ഇടയ്ക്ക് വളർന്നു വന്ന ചീര നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ലൊരു ചീരയാണിത്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിൽ നിന്ന് കൊമ്പുകൾ വന്നോളും. അപ്പം എവിടെ നോക്കിയാലും ചീര ഇങ്ങനെ വളർന്നു വരുന്നതാണ്. അപ്പോൾ നമ്മൾ മുളക് നട്ടാലും വെണ്ടയ്ക്ക നട്ടാലും ആ ഗ്രോ ബാഗിനകത്ത് ചീര വളർന്നു വരുന്നതാണ്. ഉള്ളിയുടെ ഇടയ്ക്ക് കിളിച്ച് വന്നതാണിത്, നമ്മൾ നട്ടതൊന്നുമല്ല. അപ്പം നമ്മുടെ ഉള്ളി കൃഷിയൊക്കെ ഇവിടം വരെയൊക്കെ എത്തി കേട്ടോ. നമ്മുടെ സവാള കണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ചെറിയ ഉള്ളിയൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ നിൽപ്പുണ്ട്. ഇടയ്ക്കൊക്കെ ഇച്ചിരി വളമൊക്കെ കൊടുത്തിരുന്നാൽ മതി. ജൈവവളമോ ചാണകമൊക്കെ ഇട്ട് കൊടുത്തിട്ട് സ്വല്പം വെള്ളം ഇതൊക്കെ നനച്ച് കൊടുത്തിരുന്നാൽ വന്നോളും. അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്ത് നമ്മൾ പാവൽ നട്ടായിരുന്നു. അതിനകത്ത് പാവൽ പിടിച്ചില്ല, പക്ഷേ എങ്ങനെയോ ചീര പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പം നല്ല തോരനാവും. ഇത് 2 ടൈപ്പാണിത്. അതുകൊണ്ട് പെട്ടെന്ന് പൂ പിടിക്കും ഇതിനകത്ത്. ഇത് പക്ഷേ പെട്ടെന്ന് പൂ പിടിക്കത്തില്ല, നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയും ചെയ്യും. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 2-3 ടൈപ്പ് ചീരയുണ്ട് കേട്ടോ, പെട്ടെന്ന് മൂക്കുന്നതും. ഇതിനകത്ത് ചീര പിടിച്ചു വന്നു. അതിനകത്ത് പാവലും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അവസാനം ഒരു പാവൽ ഇങ്ങനെ കിളിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ അരി എടുക്കാനായിട്ട്, ചീരയുടെ അരി എടുക്കാനായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇതിന്. ഇത് നല്ലതുപോലെ പൂവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചീര കൊണ്ട് നമുക്കൊരു തോരനുണ്ടാക്കാം. നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇത് നമുക്കൊന്ന് കഴുകിയിട്ട്, അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് 2-3 വെള്ളമൊക്കെ കഴുകിയൊക്കെ വേണം അല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് പേടിക്കാതെ തന്നെ പെട്ടെന്ന് കഴുകിയെടുക്കാമല്ലോ. 1-2 വെള്ളത്തിൽ കഴുകി ഇഞ്ഞെടുത്താൽ മതിയല്ലോ. ഉപ്പുവെള്ളത്തിൽ 1-2 കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കത് കഴുകിക്കൊണ്ട് വന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ചീര ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റിയിട്ട് അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ ഇട്ടെങ്കിൽ ഇലത്തോരനൊക്കെ ഒരു രുചി വരുത്തുള്ളൂ. അപ്പോൾ അതിന് ആവശ്യമായ പച്ചമുളക്, ഞാൻ കാന്താരി മുളകാണ് ഇടുന്നത്. 5-6 കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. 3 വെളുത്തുള്ളി അല്ലി ഇട്ടിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില, സ്വല്പം ജീരകം, 1/4 ടീസ്പൂൺ ഇടാൻ കേട്ടോ. 1/4 ടീസ്പൂൺ വേണ്ട മഞ്ഞൾപ്പൊടി. നമുക്കതൊന്ന് ചതച്ച് കൊണ്ടുവരാം. നമ്മൾ തേങ്ങ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. 2-3 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. എണ്ണ ചൂടാലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിലോട്ട് അരമുറി സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചേക്കുക. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി. ഇല അവിയുമ്പം കുറച്ചേ കാണത്തുള്ളൂ, അരിയുമ്പം കുറേ കാണും. പക്ഷേ അവിയുമ്പോൾ കുറവായിരിക്കും. അപ്പം നമ്മൾ ഉപ്പ് അതിനനുസരിച്ച് വേണം ഇടാനായിട്ട്. ഈ സമയത്താണ് ചീരയൊക്കെ വെള്ളം കോരി കിളിപ്പിക്കാൻ പറ്റിയ സമയമാണ്. നല്ലതുപോലെ വലിയ കിടങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല എപ്പോഴും. അപ്പം നല്ലതുപോലെ ഇളക്കി വയ്ക്കണം. കാരണം അതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചീരയ്ക്കകത്ത് വെള്ളമാണല്ലോ, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലതുപോലെ ചിക്കി വേവിച്ചെടുക്കണം. എല്ലാം ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. ഒന്ന് അവിയട്ടെ. പിന്നെ അടച്ച് വയ്ക്കാം. അപ്പം നമുക്ക് ചീര തുറന്ന് നോക്കാം. ഇളക്കി കൊടുക്കാം. പാത്രത്തിലാണ്ട് അടിക്കൊന്നും പിടിക്കത്തില്ല കേട്ടോ. നല്ല പാത്രം.
നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ കൂടുതൽ വേവൊന്നുമില്ലല്ലോ, ഇലയല്ലേ. ചിലരൊക്കെ ചീരത്തോരൻ വെക്കുമ്പം അങ്ങ് വെള്ളമായിരിക്കും. എങ്ങനെയാണെന്ന് അറിയത്തില്ല, വെള്ളം ചേർത്തില്ലെങ്കിലും അത് വെള്ളം മാതിരിക്കും. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എല്ലാം കണ്ടില്ല വേറിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ചീരത്തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആദ്യം നട്ടുപിടിപ്പിക്കുക, പിന്നെ ചീരത്തോരൻ വയ്ക്കാനായിട്ട് നോക്കുക. അതല്ലേ ശരി എൻ്റെ. അപ്പം നമ്മുടെ ചീരത്തോരൻ റെഡി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചീരത്തോരൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഇതേപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും മാത്രമല്ല ട്രിൽ എന്ന ആപ്പിലും കൂടെ എൻ്റെ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്നെ അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.